ഇന്ന് ശരിക്കും താമസിച്ച് പോയൊരു ദിവസമായിരുന്നു കേട്ടോ. ഏട്ടൻ 3 മണിയായപ്പോൾ ഓട്ടം പോയി. ആ സമയത്ത് ഉണർന്നിട്ട് കിടന്നതുകൊണ്ടായിരിക്കും അലാറം അടിച്ച് അറിഞ്ഞതേ ഇല്ല. 7 മണിയായപ്പോൾ മൗലി വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. പിന്നെ വേഗം തന്നെ കുളിച്ച് വിളക്ക് കത്തിച്ചിട്ട് അടുക്കളയിലോട്ട് കയറിയപ്പോൾ സമയം 7:30 ചോറ് വെക്കണം. ഇന്നിനിയിപ്പോൾ 8:45 അവർ പോകുമ്പോൾ ചോറ് റെഡിയാകത്തില്ല. അതുകൊണ്ട് ഇന്നലത്തെ ചോറൊന്ന് ആവി കയറ്റിയിട്ട് അവർക്ക് കൊടുത്തുവിടാമെന്ന് വിചാരിക്കുന്നു. ഇത് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും കേശുമോൻ പറഞ്ഞു ഇന്ന് പൂരിയും കിഴങ്ങേറിയും മതി, എനിക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. മൗലി എന്തായാലും പലഹാരം കൊണ്ടുപോകത്തില്ല, അവൾക്ക് ചോറ് തന്നെ വേണം കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അതിനെ വേഗം തന്നെ ഭൂരി ഉണ്ടാക്കി കിഴങ്ങേറി ഞാൻ കുക്കറിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവർക്കിനി കഴിക്കാൻ കൊടുത്തിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യണം. ഇന്ന് നല്ല മുട്ട മണി കിട്ടിയ ദിവസമാണ്. എന്തെങ്കിലും ഒന്ന് താമസിച്ച് കഴിഞ്ഞാലുണ്ട് പിന്നെ എല്ലാം താമസിക്കും. അപ്പോൾ ഞാൻ വേഗം തന്നെ അവർക്ക് ഭൂരി അങ്ങ് എടുത്ത് കൊടുക്കുക കേട്ടോ. താമസിച്ചാണെങ്കിലും ഭൂരി നല്ല സെറ്റായിട്ട് കിട്ടിയത്, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കിഴങ്ങേറിയായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ തന്നെ പിടിച്ചാണ്. പാവയ്ക്ക വേഗം തന്നെ അരിഞ്ഞിട്ട് അവൾക്കങ്ങ് ഫ്രൈ ആയിട്ട് എടുക്കുവാണ്. കുറേ തുണിയുണ്ട് കഴുകാനായിട്ട്, അകത്തോട്ട് കയറിയിട്ട് അതെല്ലാം ഞാൻ വാരിപ്പെറുക്കി വെളിയിലോട്ട് ഇടുന്നുണ്ടേ. എന്നിട്ട് ഞാൻ വേഗം അവർക്ക് കൊണ്ടുപോകാനുള്ള എടുത്ത് കേശുവിന് 3 പൂരിയും കുറച്ച് കിഴങ്ങറിയും, അവന് കറി കുറച്ച് മതി കേട്ടോ. പിന്നെ മൗലിമൊക്കെ അങ്ങ് ചോറെടുക്കുവാണേ. ചോറും പാവയ്ക്കും രസമുണ്ട്, ഇന്നലത്തെ രസമാണ്. അതുമായിട്ട് അവർക്കും അങ്ങ് എടുത്തിട്ട് ഞാൻ വേഗം തന്നെ കഴിക്കാനായിട്ട് കയറി. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ മടിയാണ്. അതുകൊണ്ട് അവർ പോകുന്നതിനെക്കാട്ടി മുമ്പ് ഞാൻ കഴിക്കാനെടുത്ത് കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നല്ലേ ഭൂരി എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അമ്മയെ സെറ്റായിരുന്നു. പിന്നെ അതേ അവർ പോകാനായിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. ഇന്ന് മൗലിമോക്ക് എക്സാം ഉണ്ട്, മോൻ അടുത്ത ആഴ്ച തുടങ്ങത്തുള്ളൂ കേട്ടോ. അവർക്ക് ഇന്ന് മലയാളം സെക്കൻഡാണേ, അല്ല മലയാളം ഫസ്റ്റാണ്, മലയാളം സെക്കൻഡ് ഇന്നലെ ആയിരുന്നു. അപ്പം അടിപൊളിയായിട്ട് എഴുതണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു സെറ്റ് അമ്മ എഴുതാം, നല്ലോണം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് മാത്സേ ഉള്ളൂ കേട്ടോ കുറച്ച് പാട്, ബാക്കിയെല്ലാം സെറ്റ് അവൾ അടിപൊളിയായിട്ട് എഴുതിക്കോളും. അതുകൊണ്ട് അത്ര ടെൻഷനൊന്നുമില്ല, കൂളായിട്ടാട്ടോ ആൾ പോകുന്നത്. പിന്നെ അത് അവരെയും വിട്ടിട്ട് ഗേറ്റ് അടച്ചിട്ട് വന്നിട്ട് പാത്രം ഇഷ്ടം പോലെ ഉണ്ട് കഴുകാൻ. ഇതെല്ലാം കഴുകിയിട്ട് വേണം തുണി അലക്കാനായിട്ട്. തുണി അലക്കി ജോലി തീർക്കണം. അപ്പോഴേക്കും നമ്മുടെ മീൻകാരൻ വന്നു കേട്ടോ. നല്ല പച്ച മത്തിയും തിരിയാനും കിട്ടിയിട്ടുണ്ട്. ഈ മീനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മിക്കപ്പോഴും ഇതങ്ങ് വാങ്ങിക്കും. അപ്പം വേഗം തന്നെ ഞാൻ പാത്രം എല്ലാം കഴുകിയിട്ട് മീൻ വെട്ടണം. അത് പറ്റിക്കുകയോ ചാറ് കറി വെക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എല്ലാം ഞാനൊന്ന് പോയി വേഗം സെറ്റാക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ വൈകിട്ട്.